أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ വർഷത്തെ റമളാൻ പരിപാടി ബാബു റയ്യാൻ ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നും അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഏകദേശം 7 വർഷമായി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നാം തുടക്കം കുറിച്ചിട്ട് സോഷ്യൽ മീഡിയ രംഗത്ത്, നെറ്റിന്റെ ലോകത്ത് ഒരുപാട് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുവാൻ നമ്മുടെ ക്ലാസ് റൂം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് SKSF-ന്റെയും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് കീഴിൽ അതിനോടുള്ള മുഹബ്ബത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഇതിന്റെ പിന്നിലൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ദുആ ചെയ്യുവാൻ പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് നാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ സ്വീകരിക്കപ്പെട്ട ആളുകളൊക്കെ ഈ വർഷം അല്ലാഹുവിന് നോമ്പ് അനുഷ്ഠിക്കുവാൻ തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊക്കെ വലിയൊരു മഹത്തായ സന്ദർഭമാണ് വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തന്നെ ബാബു റയ്യാൻ എന്ന പരിപാടിയിലൂടെ, ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾക്ക്, ദീനിനോടുള്ള ഹുബ്ബുള്ള ആളുകൾക്ക്, നെറ്റിന്റെ ലോകത്ത് അന്തം വിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഒരുപാട് ഇൽമ് കരസ്ഥമാക്കുവാനുള്ള ഒരു സംവിധാനമാണ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ചെയ്തിട്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതിന് നമുക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന മഹാന്മാരായ ആളുകളിൽ നിന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വളരെ കഷ്ടപ്പെട്ട് ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം നമുക്ക് കരസ്ഥമായത്. അള്ളാഹു ആ മഹാന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതൊക്കെ മഹാന്മാരായ ആളുകളാണ്. അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതുപോലുള്ള ആളുകളാണ്. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനോട് ഹുബ്ബുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബുള്ള, ദീനിനോട് ഹുബ്ബുള്ള, പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത കുറെ ആളുകളാണ് നമുക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, മഹത്തായ ഒരു സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടന, ഒരു സംവിധാനമാണ് സമസ്ത കേരള ഇസ്ലാമിക് റൂം, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, അതുപോലെ തന്നെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം TV ചാനൽ. ഒരുപാട് പ്രവർത്തകരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്ക് ഈ ദീനീ വിജ്ഞാന പ്രചരണ രംഗത്ത് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരൊക്കെ ഇതിന്റെ പിന്നിൽ തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട സലാം ബാക്കവി, ബഹുമാനപ്പെട്ട നൂർ ഫൈലി, ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി
യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ദീനീ വിജ്ഞാന സദസ്സ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകും മാത്രമല്ല ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഈ ബാബു റയ്യാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ, ഖൈറും ബർക്കത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട നൂർ ഫൈലി ബഹുമാനപ്പെട്ടവരിപ്പോ നാട്ടിലാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓരോ നിമിഷത്തിലും എന്താ പറയാ, തള്ളക്കോയി കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നത് പോലെ ഈ ക്ലാസ് റൂം നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അദ്ദേഹം നാട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച പോലെ നെറ്റാണല്ലോ നാട്ടിലുള്ള നെറ്റും. അപ്പൊ അതൊക്കെ സൗകര്യപൂർവ്വം ചിലപ്പോൾ എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ സലാം ബാക്കവി അവിടെയൊക്കെ ക്ലാസ്സുകള് നമ്മളെ ഈ ക്ലാസ് റൂമിന് ഒരുപാട് മൈലേജ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ അവർക്കൊന്നും ഒരുപാട് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ ദുആ ചെയ്യാൻ സാധിക്കും. ലോകത്ത് ഇന്ന് എല്ലാ കാര്യത്തിനും ഓവർടേക്ക് ചെയ്യുന്ന സംവിധാനമാണ് ദുആ. ആ ദുആനെ ഓവർടേക്ക് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ മഹാന്മാരായ ആലിമ്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ്. ആഫിയത്തിന്, ദീർഘായുസിന്, ഖൈറിന്, ബർക്കത്തിന്, ഇഖ്ലാസിന് ഇതിനൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും അവർക്കും നൽകട്ടെ. ഇന്ന് നമ്മുടെ ഈ പരിപാടി, ഇന്നത്തെ പരിപാടി ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ, അതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട റഷീദ് ബാക്കവി സംസാരിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അല്ലാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ അധ്യക്ഷ പ്രഭാഷണം നിർത്തി. ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൾ റഷീദ് ബാക്കവി അവർ ക്ഷണിക്കുകയാണ്. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഈ സദസ്സിലുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് വന്ന് 2 വാക്ക് പറഞ്ഞ് ഒരു ബർക്കത്ത് ഉണ്ടാക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നൂർ ഫൈലി മഹാനവറുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, ഈ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് 2 വാക്ക് സംസാരിച്ച് ഒരു ബർക്കത്ത് ഉണ്ടാക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അവരുടെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് ബാക്കവി മക്കയിലേക്ക് വന്ന് പരിപാടി തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.